ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സൺഡേ ആണ് കേട്ടോ. ഇന്ന് സൺഡേ അല്ല, പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം സൺഡേ ആയിരുന്നു. എനിക്ക് പോസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഡിലേ ആയി പോയിട്ടുണ്ട്. എന്നോടൊന്ന് ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ സൺഡേ ദിവസങ്ങൾ ഞങ്ങൾ എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പോകാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ നീള ബോട്ട് ഹൗസിൻ്റെ അവിടെ തന്നെയാണ് കേട്ടോ, നമ്മുടെ ചെറുതുരുത്തി. അപ്പോൾ ചെക്കന്മാരൊക്കെ കുളിക്കണത് കണ്ടപ്പോൾ ഏട്ടനൊരു ആഗ്രഹം പുഴയിലൊന്ന് ഇറങ്ങി കുളിക്കണമെന്ന്. ഇവിടെ ഇങ്ങനെ അതിര് പോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ, അപ്പുറത്തേക്ക് കിടക്കാൻ പാടില്ല, അവിടെ ഭയങ്കര ഒഴുക്കാണ്. ഇവിടെ മാത്രം ഇവിടെ ആൾക്കാരൊക്കെ കുറേ പേര് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇറങ്ങാൻ ഞാൻ സമ്മതിച്ചത്. എന്നാലും എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം കുറേ ന്യൂസുകളൊക്കെ കേൾക്കണു, മറ്റേ ഓരോ സ്ഥലത്തും അവിടെ ഇവിടെയൊക്കെ ഒഴുക്കിൽ പെട്ടു, പിടിച്ച് കിട്ടിയില്ല, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. എത്ര നീന്തൽ അറിയുമെങ്കിലും ഒരു ചെറിയൊരു പാളിച്ച മതി അതൊക്കെ ഇതായി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇത്രയും ആളുള്ള വലിയ കുണ്ടിലേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അമ്മ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിട്ട് ഇങ്ങനെ ഏട്ടൻ കുളിക്കണത് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ കുളി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു, നീള ബോട്ട് ഹൗസിൻ്റെ സൂപ്പർവൈസറാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഏട്ടനോട് ഭയങ്കരമായിട്ട് ആമി ഇങ്ങനെ കളിയും ചിരിയൊക്കെ ആയിരുന്നു. പിന്നെ പോകാൻ നേരത്തെ ചെറിയൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കാരണം ഉച്ചയായി, ആമിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇതുകൂടെയൊക്കെ നടന്നിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ ന്യൂ ഇയർ ഇവിടെ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് കേട്ടു. അപ്പോൾ ഇനി ന്യൂ ഇയറിന് ഇവിടേക്ക് തന്നെ വരണം എന്ന് ആഗ്രഹമുണ്ട്, പറ്റുകയാണെന്ന് വെച്ചാൽ വരും. പിന്നെ ഞങ്ങളിത് ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എപ്പോഴും രാവിലെ എണീറ്റ് തന്നെ തുമ്മലും ജലദോഷമൊക്കെയാണ്, എന്നാലും ഐസ്ക്രീം വണ്ടി കാണുമ്പോൾ എങ്ങനെ ഒരു ഐസ്ക്രീം കഴിക്കാണ്ട് പോവുക. അപ്പോൾ ഏട്ട ചോക്ലേറ്റ് ഐസ്ക്രീം മേടിച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആമിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ ആ കോണ് മാത്രം ജസ്റ്റ് അവൾക്ക് വേറെ സെപ്പറേറ്റ് കൊടുക്കാണ്ട് ചെയ്തത്, ഡയലിക്ക് ലേശം ഇങ്ങനെ തേച്ച് കൊടുക്കാണ്ട് ചെയ്തത്. ഞാൻ സ്പാനിഷ് ഡിലൈറ്റിൻ്റെയും പിന്നെ ചിക്കും പിന്നെ വേറൊരു ഐസ്ക്രീം കൊണ്ടായിരുന്നു, മൂന്നും കൂടി ഒരുമിച്ചാണ് കേട്ടോ മേടിച്ചത്. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം സ്പാനിഷ് ഡിലൈറ്റും അതേപോലെ ഇളനീരുമാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പോൾ ഇളനീര് മേടിച്ചില്ല, ഈ 3 ചോക്ലേറ്റ് സംബന്ധമായിട്ടുള്ള 3 ഐസ്ക്രീമാണ് കേട്ടോ മേടിച്ച് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കടല മേടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. കടല അടിപൊളി കടലയായിരുന്നു കേട്ടോ, നല്ല വലിപ്പമുണ്ട്, പക്ഷേ ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ. 10 രൂപയ്ക്ക് ഇപ്പോൾ എത്രത്തോളം കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് അറിയാലോ. അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ചുണ്ടായിരുന്നുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് 2-3 പാക്കറ്റ് മേടിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ ആമിക്കുട്ടി ഞങ്ങൾ വന്നപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്ത് ആമിക്കുട്ടീനെ ഉറക്കി കെടുത്തിട്ടോ. ഇപ്പോൾ ആമിക്കുട്ടി എണീക്കാനുള്ള തന്ത്രപ്പാടിലാണ്. എന്നാലും എൻ്റെ മേത്ത് കിടന്നിട്ട് ഇങ്ങനെ ഉറങ്ങുകയാണ് കേട്ടോ അവൾ. അങ്ങനെ കുറേ നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് പതുക്കെ അവൾ കണ്ണ് തുറന്നിട്ടുണ്ട്. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു വാശിയൊക്കെ ഉണ്ടാവും. ആ വാശി ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓറഞ്ച് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അവൾ എടുത്ത് കഴിക്കുക എളുപ്പത്തിനായിട്ട്. പിന്നെ അമ്മമ്മ എല്ലാവരും കൂടിയിട്ട് രാവിലെ അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, മുത്തശ്ശിയാർക്കാവിലേക്ക്. പിന്നെ അവിടെ അമ്മമ്മേൻ്റെ അനിയൻ വയ്യാണ്ട് കിടക്കാണ്, അപ്പോൾ അവിടേക്കൊക്കെ പോയിട്ട് വന്നപ്പോൾ ഒരു നേരം വൈകിട്ടോ. അമ്മി എന്താ പുറത്ത് പെയ്യണേ? എന്താ പുറത്ത് പെയ്യണത്? നോക്കിയേ, എന്താ പെയ്യണത്? എന്താ പെയ്യണ പറയൂ. എന്താ പെയ്യണേ? മഴയോ? ബടാ പടിയേ, മഴ 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 പടി. അത് പറ്റില്ല, പാടണം. മഴ മഴ പാട്. അതെന്താണ് മഴ മഴ പാപ്പിക്കൂടാ. മഴ മഴ കുട്ടക്കുട്ട അല്ലേ കുട്ടക്കുട്ട. മഴ വന്നാ എന്താണെന്നറിയില്ല, പുറത്ത് നല്ലൊരു മഴച്ചാറിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മ കൊടുന്ന പലഹാരം എടുത്ത് കഴിക്കുകയായിരുന്നേ. അവിടെ മുത്തശ്ശേർക്കാവിൽ എന്തൊരു പരിപാടി നടക്കുന്നുണ്ട് അത്ര. അപ്പോൾ പൊരിയും അലുവയും ഈത്തപ്പഴവും 6-ാം നമ്പറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാണ്ട് ഇപ്പോൾ ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവളുടെ കയ്യിലുണ്ടെങ്കിലും ഇങ്ങനെ ക്യാമറയിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ അവൾ കാണിക്കും. എന്താ പറയുക, നമ്മൾ കാണിക്കണതൊക്കെ ആക്ട് ചെയ്യാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ മോള്. അപ്പോൾ മുറുക്ക് എനിക്ക് ഇങ്ങനത്തെ മുറുക്കല്ല കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. ഒരു അരിമുറുക്ക്, പണ്ടൊരു മുറുക്കുണ്ട് ഇങ്ങനെ കുഞ്ഞ മുറുക്ക്,
അങ്ങനത്തെ മുറുക്കാണ് ഇഷ്ടം. പക്ഷേ ആ മുറുക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് കേട്ടോ അമ്മ പറഞ്ഞത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം അലുവ കറുത്തലുവ ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്കിങ്ങനെ ഇങ്ങനെ പൂരത്തിനൊന്നും ഇങ്ങനത്തെ മേടിക്കണ ഈത്തപ്പഴം എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഭയങ്കര മധുരമായിരിക്കും, ഒരു ടേസ്റ്റ് ഉണ്ടാവാറില്ല. എനിക്ക് സാധാരണ നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് മേടിക്കണ ഈത്തപ്പഴം കേട്ടോ, ഇങ്ങനെ അളിപ്പിളി ഈത്തപ്പഴം എന്ന് പറയില്ല, ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ട് അങ്ങനത്തെ ഈത്തപ്പഴമാണ് എനിക്ക് കൂടുതലിഷ്ടം. ഇപ്പോൾ ഈത്തപ്പഴമൊന്നും കഴിക്കാറില്ല, കാരണം അയൺ കണ്ടൻറ്റ് തീരെ കുറവാണ് അത്ര. എനിക്ക് ഭയങ്കരമായിട്ട് ബ്ലഡ് കുറവാണ്, അയൺ കണ്ടൻറ്റൊക്കെ കുറവാണ്. അപ്പോൾ ഇനി ഈത്തപ്പഴമൊക്കെ മേടിച്ച് കഴിക്കണം. കുറേ മേടിക്കാൻ മറന്നു പോവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മേടിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, മേടിക്കാൻ മറന്നു പോവാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അമ്മ പരിപ്പ് കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഇന്നലെ ഉണ്ടാക്കിയ കൊള്ളിയാണ്. ഇന്നലത്തെ വീഡിയോ ഞാൻ ഇതിന് മുന്നിട്ട വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, കൊള്ളി പുഴുങ്ങണതും മീൻ കൂട്ടാനൊക്കെ വെച്ചിട്ടുള്ളത്. അത് ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്, ചെക്കി നോക്കി മനസ്സിലാവും. അപ്പോൾ ആ കൊള്ളി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, രാത്രി ഏട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, അത് നന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് അതിൽ വെറുതെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് തന്നെയാണല്ലോ, ജസ്റ്റ് വെളിച്ചെണ്ണയിൽ അതൊന്ന് വറുത്തെടുത്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഒന്ന് വെതറി കൊടുത്തു. ഗൈസ് എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ. എനിക്ക് ആകെ തുണ്ട കിട്ടിയുള്ളൂ ഗൈസ് കഴിക്കാനായിട്ട്. ഞാനിതിവിടെ അടച്ചു വെച്ചപ്പോൾ ഈ ഏട്ടൻ വന്നിട്ട് മൊത്തം ഇരുന്ന് തിന്നു. എനിക്കൊന്ന് വേണമെന്ന് പോലും ചോദിച്ചില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് വേണമെന്ന് പോലും ചോദിച്ചില്ലല്ലോ, നീ കഴിച്ചില്ലല്ലോ, നന്നായുള്ളൂ, അത് അടച്ചു വയ്ക്കുമ്പോൾ ആലോചിക്കണം, നിനക്ക് കഴിച്ചിട്ട് ബാക്കിയുള്ളത് വെച്ചാൽ പോരെന്നാണ് ചോദിച്ചതാട്ടെ. നിങ്ങളുടെ കെട്ടിയന്മാർ ഇങ്ങനെയൊക്കെ തന്നെയാണോ ഗൈസ്? ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് ഞാൻ വറുത്ത് കോരി വെക്കുകയായിരുന്നു കേട്ടോ. പിന്നെ മക്കൾ നമ്മുടെ വിശ്വകർമ്മയുടെ പരിപാടിക്ക് ഡാൻസ് കളിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പാട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അമ്മൂട്ടി വന്നിട്ടുണ്ടായിരുന്നു, അവൾ ഞാനും കൂടിയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ, ഈ കൊള്ളി ഇങ്ങനെ ബാക്കിയൊക്കെ ആകുമ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, കിടലൻ ടേസ്റ്റാണ്. പിന്നെന്താ, ട്രെയിനിങ് ഇനി ഒരാഴ്ചയും കൂടി ഉണ്ട് ഗൈസ്, അതുകൊണ്ട് കഴിഞ്ഞാൽ ട്രെയിനിങ്ങും കഴിഞ്ഞു. പിന്നെ എക്സാമാണ്. സത്യം പറയാമല്ലോ, പഠിച്ചതൊന്നും തലയിൽ നിൽക്കുന്നില്ല. കുറേ വർഷമായില്ല ഇപ്പോൾ പഠിത്തമൊന്നും മാറ്റി വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 6 മണി 7 മണിയപ്പോൾ ഞങ്ങൾ തറവാട്ടിൽ പോയിരുന്നു കേട്ടോ. അവരിത് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഞങ്ങളിത് ഉമ്മാർത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആമയും പിന്നാലെ ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കുകയാണ്, അവരതിനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.